Earn Marks, your perfect learning partner. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു ചാപ്റ്ററാണ്. നമ്മുടെ 10th ചാപ്റ്റർ ആയിട്ടുള്ള എന്താണ് ഓഫ് സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു എസ്സേ ആണ് കേട്ടോ. ഇറ്റ്സ് റിട്ടൺ ബൈ ഫ്രാൻസിസ് ബാക്കോൺ എഴുതിയിട്ടുള്ള ഓഫ് സ്റ്റഡീസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ എസ്സേ ആണ് കേട്ടോ. ഇത് ഷോർട്ട് സ്റ്റോറി അല്ല, ഇതുവരെ നമ്മൾ പഠിച്ചതും ഡിസ്കസ് ചെയ്തതും ഒക്കെ ഷോർട്ട് സ്റ്റോറീസ് ആയിരുന്നു. ഇത് എസ്സേ ആണ് കേട്ടോ. അപ്പോൾ ഓഫ് സ്റ്റഡീസ് എന്ന് പറയുന്ന നമ്മുടെ എല്ലാവർക്കും റെലവെന്റ് ആയിട്ടുള്ള, നമ്മുടെ പഠിക്കുന്നവരായിക്കോട്ടെ, നമ്മൾ ലൈഫ് എന്ന് പറയുന്നത് തന്നെ ഫുൾ ലേണിംഗ് ആണ് അല്ലേ. നമ്മൾ ലേണിംഗ് ഔട്ട് സെൽഫ് ആൻഡ് അതർ, നമ്മുടെ ചുറ്റുവട്ടം ഉള്ളതും അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ചും നമ്മളെ കുറിച്ചും എല്ലാം നമ്മൾ പഠിക്കുന്ന ഒരു ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു ലേണിംഗ് ആണ് അല്ലേ. നമുക്ക് ലൈഫ് ലോങ് ലേണിംഗ് പോസിബിൾ ആണ് അല്ലേ. സോ സ്റ്റഡീസ് എന്തിനാണ് പഠിക്കുന്നത്, എന്തുകൊണ്ടാണ് പഠിക്കുന്നത്, ലൈക്ക് എന്താണ് പഠിക്കുക എന്നുള്ളതിൻ്റെ, സ്റ്റഡീസ് കൊണ്ടുള്ള പേർപ്പസ് എന്താണ്, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്, ഇതൊക്കെയാണ് അദ്ദേഹം ഈ ഒരു എസ്സേയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് തുടങ്ങിയാലോ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അദ്ദേഹത്തെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം, ഓഥറിനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇതാണ് അദ്ദേഹത്തിൻ്റെ പിക്ചർ. വി ക്യാൻ സീ അദ്ദേഹം വളരെ എലഗൻ്റ് ആയിട്ടുള്ള ഒരു ലുക്കാണ് അല്ലെ, ഒരു ക്യാപ്പൊക്കെ വെച്ചിട്ട്. സോ ദിസ് ഈസ് ഫ്രാൻസിസ് ബാക്കോൺ. അപ്പം നോക്കാം. ഫ്രാൻസിസ് ബാക്കോൺ ഈസ് റിഗാർഡഡ് ആസ് ദി ഫസ്റ്റ് മേജർ ഇംഗ്ലീഷ് എസ്സേയിസ്റ്റ്. ഓക്കെ, ഇംഗ്ലീഷിലുള്ള ഫസ്റ്റ് മേജർ ആയിട്ടുള്ള ഫസ്റ്റ് എസ്സേയിസ്റ്റ് ആരാന്ന് ചോദിച്ചാൽ, ഇംഗ്ലീഷിലെ ഫസ്റ്റ് എസ്സേയിസ്റ്റ് ആരാന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഫ്രാൻസിസ് ബാക്കോൺ. അപ്പം അദ്ദേഹം വളരെ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള, ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൽ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. നമുക്കറിയാം ഇംഗ്ലീഷിൽ ഒരുപാട് ജേർണൽസ് ഉണ്ട് അല്ലേ, പോയംസ്, പ്രോസ് ആൻഡ് ഡ്രാമാസ് ആൻഡ് വേഴ്സസ്, അങ്ങനെ ഒരുപാടുണ്ട്. അതിൽ എസ്സേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. എസ്സേസ്, നോവൽസ്, ഫിക്ഷൻ, അങ്ങനെ ഒരുപാടുണ്ട്. അതിൽ എസ്സേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. ആ എസ്സേസിലുള്ള ഫാദറാണ്. ഓക്കെ, ലൈക്ക് ഫാദർ അല്ല, ഫസ്റ്റ് മേജർ എസ്സേയിസ്റ്റ് ഇൻ ഇംഗ്ലീഷ് ആരാന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഫ്രാൻസിസ് ബേക്കോൺ. ഓക്കെ, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എപ്പോഴും ആ ഒരു നോളജ്. ഓക്കെ, ദിസ് ഈസ് ദി ഫസ്റ്റ് എസ്സേ ബൈ ബേക്കോൺ ഇൻ ദി സീരീസ് ഓഫ് 10 essays പബ്ലിഷ്ഡ് ഇൻ 1597. 1597 അദ്ദേഹം പബ്ലിഷ് ചെയ്ത 10 സീരീസ് ഓഫ് എസ്സേസ്. ഓക്കെ, ഒരു 10 സീരീസ് ഓഫ് എസ്സേസ്, 10 എസ്സേസ് അദ്ദേഹം സീരീസ് ആയിട്ട് എഴുതിയിരുന്നു, പബ്ലിഷ് ചെയ്തിരുന്നു 1597. അതിലുള്ള ഫസ്റ്റ് എസ്സേ ആണ്. അതിൽ അദ്ദേഹം ആ 10 എസ്സേകളുടെ സീരീസിൽ ഫസ്റ്റ് എഴുതിയ എസ്സേ ആണ് നമ്മുടെ ഓഫ് സ്റ്റഡീസ് എന്ന് പറയുന്ന എസ്സേ. ഓക്കെ, ദെൻ in 1612 some changes were made to the text. More sentences and ideas were added and also some words were added to make it better. Okay, അപ്പോൾ കുറച്ച് in 1612 അത് അപ്പോൾ 1597 ഇത് പബ്ലിഷ് ചെയ്യുന്നത്. പക്ഷേ 1612 ആ കുറച്ചും കൂടി ഒന്ന് എന്ത് ചെയ്ത് ഇന്നോവേറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി ഒരു ഐഡിയാസും വേർഡ്സൊക്കെ ആഡ് ചെയ്തിട്ട് ആ ബുക്സ് കുറച്ചും കൂടി ഒന്ന്, ആ ഒരു 10 സീരീസ് ഓഫ് എസ്സേസിൻ്റെ ആ ഒരു ബുക്ക് കുറച്ചും കൂടി ഒന്ന് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി ഐഡിയാസും സെൻറ്റൻസസും ഒക്കെ ആഡ് ചെയ്തിട്ട് കുറച്ചുകൂടി ഒരു ബെറ്റർ ഫോമിൽ അതാക്കിയിട്ടുണ്ട്. സോ ബേക്കോൺ ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ദി സയൻറ്റിഫിക് മെത്തേഡ് വിച്ച് വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹിസ് ഓൺ ബേക്കോണിയൻ മെത്തേഡ് ബേസ്ഡ് ഓൺ റീസൺ ആൻഡ് ഒബ്സർവേഷൻ. ഓക്കെ, അപ്പം അദ്ദേഹം എപ്പോഴും ഒരു സയൻറ്റിസ്റ്റ് ആണ് അല്ലേ. അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റ് ആണ്. അപ്പം അദ്ദേഹം അറിയപ്പെടുന്നത് എന്താണ്, ഫാദർ ഓഫ് സയൻറ്റിഫിക് മെത്തേഡ് എന്ന് അറിയപ്പെടുന്നത് ഫ്രാൻസിസ് ബേക്കോൺ ആണ്. ഓക്കെ, ഫാദർ ഓഫ് സയൻറ്റിഫിക് മെത്തേഡ് എന്നറിയപ്പെടുന്നത് ഫ്രാൻസിസ് ബേക്കോൺ ആണ്. അദ്ദേഹത്തിനെ തന്നെ എന്തിൽ നിന്നാണ് ഇൻഫ്ലുവൻസ്ഡ് ആയത്, അദ്ദേഹത്തിൻ്റെ സ്വന്തം മെത്തേഡായിട്ടുള്ള ബേക്കോണിയൻ മെത്തേഡിൽ നിന്നുള്ള ഒരു ഇൻഫ്ലുവൻസിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം സയൻറ്റിഫിക് മെത്തേഡിന് ഒരു വഴിത്തിരിവുണ്ടാക്കിയത്. ആ ഒരു സയൻറ്റിഫിക് മെത്തേഡിൻ്റെ ഫാദർ എന്ന് പറയുന്നത് നമ്മുടെ ബേക്കോൺ ആണ്. Earn Marks, your perfect learning partner.